ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുഞ്ഞിക്കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏത്തപ്പഴമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. സാധാ രീതിയിൽ ഏത്തപ്പഴം ഒരു നേന്ത്രം ബനാന പുഴുങ്ങിക്കൊടുത്ത കുട്ടികൾ കഴിക്കാൻ മടി കാണിക്കുന്നുണ്ടോ എങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ബനാന ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പുഴുങ്ങാനായിട്ട് വച്ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഒരു 8 മിനിറ്റിന് ശേഷം നിങ്ങൾക്കിത് തുറന്നാൽ നന്നായിട്ട് പുഴുങ്ങി കിട്ടും. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ബനാന ഞാൻ തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് പുഴുങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് അടിച്ച് കൊടുത്താൽ കുട്ടികൾ ചില പിള്ളേരൊക്കെ കഴിക്കും. ആദ്യം എൻ്റെ മോള് കഴിക്കുമായിരുന്നു നന്നായിട്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഇത് തന്നെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവൾക്കിത് കഴിച്ച് മടുത്തു തുടങ്ങി. അപ്പോൾ ഞാൻ പുതിയൊരു ട്രിക്കായിട്ട് ഇറങ്ങിക്കുകയാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് അവൾക്ക് കൊടുക്കുമ്പോൾ നന്നായി കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലെ പുഴുങ്ങിയ ഏത്തപ്പഴം കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് കൊടുത്ത് നോക്കൂ കേട്ടോ. പുഴുങ്ങിയെടുത്തേക്കണ ഏത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ ആ കറുത്ത ഒരു സീഡ് ഉണ്ടല്ലോ, ഒരു കറുത്ത് ഇങ്ങനത്തെ, അത് ഞാൻ റിമൂവ് ചെയ്ത് കളയാറുണ്ട് കേട്ടോ. അതാ ഞാൻ അവൾക്ക് കൊടുക്കാറില്ല. അപ്പം ഞാൻ അത് റിമൂവ് ചെയ്ത് ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് ഉടച്ചിട്ടാണ് നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് കടക്കുന്നത്. ഇനി ഇതിനായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. തേങ്ങ വേണം, നെയ്യ് വേണം. അപ്പം ഞാനിവിടെ മിൽമയുടെ നെയ്യാണ് എടുക്കുന്നത്. അപ്പം മിൽമയുടെ നെയ്യ് ഞാനൊരു 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് കട്ട പിടിച്ചിരിക്കുകയാണ് നെയ്യൊക്കെ. അപ്പം ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ടായില്ല. അപ്പം അപ്പുറത്ത് ഞാൻ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എനിക്ക് ദോശയാണ്. അപ്പം നിച്ചുന് ഞാൻ ഈ ബനാന വെച്ചുള്ള റെസിപ്പി ഉണ്ടാക്കാനുള്ള പ്ലാനിൽ നെയ്യൊക്കെ ഒഴിച്ച് വയ്ക്കുകയാണ്. അപ്പം നെയ്യ് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇപ്പോൾ ഉടച്ചു വച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഞാൻ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. കുറച്ച് മുമ്പ് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റും. നിങ്ങൾ ആദ്യമേ ഇടുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് അടി പിടിക്കാതെ നമുക്ക് ഇതൊന്ന് വരട്ടി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് തേങ്ങയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് തേങ്ങ വേണമെന്ന്. അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ ഇനി ആഡ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഇതൊന്ന് നെയ്യായിട്ടൊന്ന് വരട്ടി വന്നിട്ട് നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കുട്ടികൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വെറൈറ്റി ആയി കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഏകദേശം ഞാനൊരു 5 മിനിറ്റോളം ഇത് നന്നായിട്ട് വരട്ടി എടുക്കുന്നുണ്ട്. ഇത് നെയ്യുമായിട്ട് നന്നായിട്ട് വരണ്ട് വരുമ്പോൾ മാത്രമേ ഞാൻ ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഒരുപാട് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ എടുക്കുന്നത് 1 പിടി തേങ്ങയാണ് എടുക്കുന്നത്. ഒരു കൈ കൊള്ളാവുന്ന 1 പിടി തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇങ്ങനെ വരണ്ട് വരുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് പൗഡർ, ഡേറ്റ്സ് പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്കിപ്പോൾ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഞാൻ ഇതിലേക്കിപ്പോൾ തേങ്ങ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതും 1 പിടി തേങ്ങയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിവിടെ തേങ്ങ ഇങ്ങനെ ചിരകിയത് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു സൂപ്പർ വെയിറ്റ് ഗെയിൻ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. വെയിറ്റ് ഗെയിൻ ഒട്ടും ഇല്ലാത്ത കുട്ടികൾക്ക് ഇത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഏത്തപ്പഴം ആയാലും തേങ്ങ ആയാലും നല്ല വെയിറ്റ് ഗെയിൻ ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിൽ ഗീയും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം വെയിറ്റ് ഗെയിൻ കുറവുള്ള കുട്ടികളാണെങ്കിൽ, ഫുഡൊന്നും കഴിക്കാൻ മടിയൊക്കെ കാണിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ നല്ല റെസിപ്പി ആയിരിക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം നമ്മളിത് വരട്ടി ഇതും ഞാനൊരു 5 മിനിറ്റോളം വരട്ടി എടുക്കുവാണ്. അപ്പോൾ ഇതുപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇത്തിരി കൊണ്ടും വരണ്ട് വരേണ്ടതുണ്ട്. നന്നായിട്ട് ഉടഞ്ഞു വരുന്ന ആ തേങ്ങയുടെ ആ പച്ചക്കുത്ത്, തേങ്ങയ്ക്കൊരു കുത്തുമണ്ണുണ്ടല്ലോ, അത് മാറിയിട്ട് ഒരു ചുട്ട തേങ്ങയുടെ ഒരു ടേസ്റ്റിലേക്ക് വരണം. ഏകദേശം ഞാൻ ഈ ഒരു പരുവാകുമ്പോഴേക്കും നിർത്തുവാണ് കേട്ടോ. നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. നിങ്ങളുടെ കുട്ടിക്ക് ഇതുപോലെ ഉടച്ചൊടച്ച് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഏജ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാവുന്നതാണ്. ഒരു 8 മാസം 9 മാസം ഈ കുട്ടിക്കൊക്കെ ഇത് നമുക്ക് ചുമ്മാ കൈയും വെച്ച് ഉടച്ചൊടച്ച് വായിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഇവൾക്ക് നന്നായിട്ട് ഉടച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരുപാട് പേസ്റ്റ് രൂപത്തിലല്ല, എന്നാൽ ഒരു ഇത്തിരി തിക്കായിട്ടാണ് ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിച്ചൂട്ടി രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നിച്ചുമിക്ക് ഏകദേശം ഈ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കുട്ടിക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റും ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കാട്ടോ എല്ലാവർക്കും. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ. കൂട്ടത്തിൽ ആ സൈഡിലുള്ള ബെല്ലൈക്കൺ കൊണ്ടും ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സി യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.